ഇത് അച്ചാറ്, ഇത് പപ്പടം, ഇത് അവിയൽ, ഇത് അവിയൽ, ഇത് പഴം. എനിക്കറിയില്ലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരാൾ കാണാൻ വന്നതാണ്. നമ്മൾ കാണാൻ വന്നത് ചിരട്ടമ്മൽ പഞ്ചായത്തിലേക്കാണ് കേട്ടോ. പഞ്ചായത്തേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ ഹബീബ് എന്നുള്ള ഒരാളാണ് കാണാൻ വന്നത്. അപ്പോൾ നമ്മൾ ഹബീബിനൊന്ന് പോയിട്ട് കാണാം. കുറേ ആയി ഹബീബിനോട് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ഒന്നും നമ്മൾ പോയിട്ടില്ല. ഇന്നിപ്പോൾ കണ്ടില്ലെങ്കിലും മോശമാണ്. ഇവിടെ ആകെ മാറ്റിയല്ലോ. നമ്മളെ മച്ചാനാണ് ഇരിക്കുന്നതാ. എങ്ങനെ ഗവൺമെന്റ് ഓഫീസൊന്ന് വീടൊക്കെ എന്താ. അപ്പൊ ഇതാണ് നമ്മൾ അടിയെന്ന് പറഞ്ഞ മുതല് ഹബീബ്. മറ്റേ മാധ്യമം അതേമാതിരി മറ്റേ സുപ്രഭാതം ആ പത്രത്തിലൊക്കെ മൂപ്പര മകളോ മകനോ മകൾ ഹബീബ് ഭായി പറഞ്ഞോ, എപ്പ തീരും പരിപാടി? പഞ്ചായത്ത് ഓഫീസ് നിലവിൽ ഏറ്റവും റഷായിട്ട് വർക്ക് നടന്നുകൊടുക്കുന്ന സമയമാണ് ഇപ്പോഴോ. അപ്പോൾ സാധാരണഗതിയിൽ രാത്രി 7, 8, 9 മണി ലെവലിലാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിറങ്ങല്. 7, 8, 9 എങ്ങനെ പിന്നെ സാധാരണക്കാരൻ പണിയെടുക്കും? എല്ലാവരും വിചാരം ഗവൺമെന്റ് ഓഫീസിൽ വെറുതെ ഇരിക്കലാണ് പണി എന്നുള്ളതാണ്. അതെ, പക്ഷേ അത് ഉള്ളിലിരിക്കണവർക്ക് അറിയുള്ളൂ അതിന്റെ എത്രത്തോളം റഷാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. എത്തൊക്കെയത് ഇതിവിടെ കുറെ പേപ്പറും. എങ്ങനെ ഇവിടൊക്കെ ജീവിച്ചു പോവും? നോക്കണ്ട. പിന്നെന്താ വെച്ചാല് ഇത് ശരിക്കും ഒരു സേവനം കൂടിയാണ് ഈ ജോലി. ഏത് ഈ ഗവൺമെന്റ് ഓഫീസിലെ ജോലികൾ എന്ന് പറഞ്ഞ ഒരു സേവനം കൂടിയാണ്. പൊതുജനങ്ങൾക്ക് പോലെ മാക്സിമം സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള മനസ്സ് നിയത്തുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ. അപ്പൊ ഇതിന് പൈസ ഒന്നും കിട്ടില്ല. പൈസ കിട്ടുന്നത് ഇവിടെ ശരിക്കും ഈ ഓഫീസിൽ എടുക്കുന്ന ജോലി നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇരട്ടി സാലറി വാങ്ങാം, ഇരട്ടി പൈസ ഉണ്ടാക്കാം അല്ലേ? ഒരു സംശയമില്ല. എന്താ വെച്ചാല് ഇവിടുത്തെ നേർച്ചക്കോയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ ഈ ഓഫീസിൽ രാത്രി വന്ന് നോക്കേണ്ടി ഇവിടുത്തെ ഈ ഓഫീസിലെ സെക്രട്ടറി ഇവിടെ താഴെ സെഷനൊക്കെ രാത്രി ഒരു 8, 9, 10 മണി വരെയൊക്കെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ വോട്ടർ പട്ടികന്റെ ഫൈനലാക്കുന്നതിന്റെ പ്രൊസീജിയറായിട്ട് ശനി ഞായറും ലീവ് ഇല്ലാതെയാണ് പഞ്ചായത്ത് ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയില്ലേ, റഷാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഗവൺമെന്റ് ഓഫീസിൽ സുഖാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും വേണ്ട. ഈ ഓഫീസിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ പ്രതീക്ഷ കൊടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാം. എന്താ ഓരോട് ഇന്ന ദിവസത്തേക്ക് റെഡി ആവും എന്ന് പറഞ്ഞാൽ പിന്നെ പോലെ അന്ന് രാവിലെ വിളിക്കും, ആയോ ചിലപ്പോ അന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ചോല ഉണ്ടാവും. അടുത്ത ദിവസം വേറെ. പഞ്ചായത്ത് പറഞ്ഞ ഉടായിപ്പാണ്. പഞ്ചായത്ത് പറഞ്ഞ ഉടായിപ്പല്ല. പഞ്ചായത്ത് പറഞ്ഞ നിരവധി ആയിട്ടുള്ള പ്രവർത്തികൾ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. ഒരു ആളെ സംബന്ധിച്ച്, ഒരു പരാതിക്കാരനെ സംബന്ധിച്ച് ഓന്റെ പരാതി മാത്രമാണ് ഓന് വലുത്, ഓന്റെ കേസാണ് ഓന് വലുത്. പക്ഷെ ഇവിടെ ചിലപ്പോ 1000 കേസുകളുടെ ഒന്നാണത്. അതെ. അപ്പൊ ചിലപ്പം അത് നീക്കി വെച്ച് വേറെ വലിയ കേസ് നടപടി ആളെയും കൂടി സ്റ്റാഫായിട്ട് വെച്ചൂടെ? ഇത് ഗവൺമെന്റ് തരേണ്ടത്. ഗവൺമെന്റിന്റെ വിചാരം എന്താ വെച്ചാല് ഇവിടെ പണിയൊന്നും ഇല്ല, അവര് വെറുതെ ഇരിക്കുകയാണെന്നാണ്. അപ്പൊ അങ്ങനെ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളുണ്ട് ഇവിടെ. നിലവിൽ LSTD സ്റ്റാഫ് വളരെ കുറവാണ്. ഞാൻ മറ്റേ നമ്മളെ വിഷയം തന്നെ മാറി. 6-ാം തീയതി നമ്മളെ കുട്ടീന്റെ ബർത്ത്ഡേ. 6-ാം തീയതി നമ്മുടെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പൊളിപ്പിക്കണം. ബർത്ത്ഡേ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മള് ആലോചിച്ച് തീരുമാനിക്കേണ്ട കേസാണ്. ആകെ 2 ദിവസം 4 ദിവസം കൂടി ഉള്ളൂ. 4 ദിവസം കൂടി ഉള്ളൂ. 6-ാം തീയതി ഇപ്പം നബിദിനത്തിന്റെ പരിപാടി ആയതുകൊണ്ട് അന്ന് ഒന്നും 5-ാം തീയതി അല്ലേ നബിദിനം? 6-ാം തീയതി ഇതാണേ നമ്മളെ നാട്ടിലെ പരിപാടി എന്നാണ്. നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റാത്ത പരിപാടിയും കാര്യങ്ങളും. തല എടുത്തില്ലെങ്കിൽ തല പോകും. അപ്പൊ തലേന്ന് എന്ത് ചെയ്യണം,
സെറ്റാക്കണം എന്നാണ് കരുതുന്നത്. ഓണം വന്നല്ലോ. MCF ഭക്ഷണം ഉണ്ടാവും. കഴിഞ്ഞോ? ഇറങ്ങി അവിടെ പോയി നോക്കേണ്ടി വരും. അടച്ചു കൂട്ടിയോ? എന്താ പരിപാടി? ഇത് നമ്മള് ഇത് കാണിച്ചു കൊടുത്തില്ലല്ലോ. ഓണസമൃദ്ധി 2025 കർഷക ചന്തയാണ്. ഊർങ്ങാട്ടിരി പഞ്ചായത്തും കൃഷിഭവനും ഊർങ്ങാട്ടിരി പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ട് നടത്തുന്ന ഓണസമൃദ്ധി ഓണച്ചന്തയാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് വിഭവങ്ങൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക, പൊതുജനങ്ങൾക്ക് വളരെ വില കുറഞ്ഞ് എത്തിക്കുക, കർഷകർക്ക് കൂടുതൽ ലാഭം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പദ്ധതി. ഓക്കെ, അപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ട് അല്ലേ? കർഷകര് മാത്രമല്ല, അതോടൊപ്പം തന്നെ കുടുംബശ്രീകളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓണച്ചന്തയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഈ മേഖലയില് കുടുംബശ്രീകളുടെ ഉൽപ്പന്നമാണ്. ഇത് വലിയ പരിപാടിയാണല്ലോ അല്ലേ? അത് കഴിഞ്ഞു. പുലിക്കുട്ടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് എത്താം അല്ലേ? നമുക്ക് ഇത് മതി. മാതിരി വണ്ടിയാണ് വേണ്ടത്. ഇങ്ങനത്തെ വണ്ടിയാ മതി അല്ലേ? ഇതാവുമ്പോ എന്താ വെച്ചാല് വരില്ല, നമുക്ക് വല്ല ക്ഷീണം ചെയ്യൂല. പിന്നെന്താ വെച്ചാൽ ആൾക്കാരെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് വലിയ വണ്ടിമ്മ പറത്തി പോകേണ്ട ആവശ്യം നമുക്കില്ല. വാഹനത്തിന്റെ ബേസിക് യൂസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തേക്ക് പോവാന്നില്ലാണല്ലോ. അതെ, അപ്പോ നമ്മള് ലൂക്ക ഇന്ന് നമ്മളെ നാട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഓണപരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് MCF-ലാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇപ്പം കളക്ട് ചെയ്തിട്ട് തരം തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് MCF. ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ MCF-ലെ ഓണപരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ട സംവിധാനങ്ങൾ പഞ്ചായത്ത് MCF-ന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബിൽഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റുകൾ ഇപ്പം നിലവിൽ കണ്ടാൽ അറിയാം, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിവിധ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത വേസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വെച്ചാൽ തരം തിരിച്ച് എന്ത് ചെയ്യും, കയറ്റി അയക്കലാണ് ഇവരുടെ ജോലി. ഇവിടെ 35ഓളം എന്ത് ചെയ്യുന്നുണ്ട്, വനിത സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. കമോൺ. കയ്യൊന്നും വലിയ പരിപാടിയാണല്ലോ. നമ്മളെ ഹബിയോടെ ഉറിയടി ഉണ്ട്. ഉറിയടി ഉറിയടി അലമ്പാനേ, അലമ്പാവോ? സെറ്റാണ്, പ്രശ്നമില്ല. ഉറിയടി കഴിഞ്ഞില്ല. ഞാൻ പരിപാടി കണ്ടനുണ്ടോ? ചെറുത് മതി, എനിക്ക് ചെറുത് മതി. നമ്മളൊക്കെ എനിക്ക് ചെറുത് മതി. അങ്ങനെ കുറച്ച് തോന്നെ കൊടുത്താൽ. അപ്പൊ ഈ കൊല്ലത്തെ ഫസ്റ്റ് ഓണത്തിന്റെ ഫുഡാണ്. പഞ്ചായത്തിൽ നിന്ന് അവിടെ ഇറങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പാടല്ലേ. ഓലൊക്കെ പോകുന്നേ നമ്മളെ പണി തീരാതെ. തോരൻ വന്നു, മോരൻ വന്നു. എനിക്ക് ഇതൊക്കെ ഇട്ടിട്ട് എന്നിട്ടും പറഞ്ഞാൽ എന്താ സാധനം എന്നൊക്കെ. ഓ, ഇത് എന്താ കാളൻ വന്നു, തോരൻ വന്നു, മോരൻ വന്നു. ഇത് കൂട്ടുകറി, ഉപ്പേരി, അവിയല്, അച്ചാറ്. ഇതെന്താ ചേച്ചി? കിച്ചടി. പിന്നെ ഇത് പുളിഞ്ചി. കൂട്ടുകറി എല്ലായോ? അപ്പൊ എന്റെ പാത്രത്തിൽ വന്നു. അപ്പൊ നമ്മളിത് ഇതിങ്ങനെ കണ്ടോടുക്കാൻ പറ്റില്ല. നമ്മ ഭക്ഷണം കഴിച്ചിട്ട് വീഡിയോ വെക്കല്ലേ? ചോറ് വരട്ടെ. അത് പറഞ്ഞു, അവിയല് ആദ്യം പറഞ്ഞു. അവിയല് പിന്നെ അമ്മ മറക്കൂല. താത്താന്റെ പേരോ? ചേച്ചി രണ്ടാമത് വളമ്പ. ചേച്ചി വീഡിയോ എടുക്കാൻ വേണ്ടി വളമ്പല്ല, രണ്ടാമത് വളമ്പ. അബിയെ, നമ്മൾ ഈ ഓണത്തിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആണ് നമ്മളെ ഭക്ഷണം അല്ലേ? വലിയൊരു ഘടകം.
സദ്യ നല്ല ഭക്ഷണം. മുരിങ്ങാക്കറി, മുന്തിരിങ്ങനോട് കറി ഉണ്ടാക്കുന്നവരെ കണ്ടു. അടിപൊളി. അപ്പൊ ഞാൻ എന്റെ പരാതികളൊക്കെ ഞാൻ പിൻവലിച്ച് ആദ്യത്തെ ഓണസദ്യ കഴിച്ച് നമ്മൾ പറഞ്ഞ അപ്പൊ ചൊല്ലുക ആ രസം. ഇത് ഇനി ഒടുക്ക അവിടെ സ്ഥലവും അങ്ങനെയുണ്ട്. മോരുകറിയുണ്ട്. ഇതൊക്കെ പാടെ കഴിക്കാം. അടിപൊളി. മതി 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 മതി. ആ അങ്ങനെ എടുത്തോളി, ഞങ്ങൾ എടുത്തോളി. ഇതൊക്കെ യൂട്യൂബ്. എത്ര ഓണസദ്യ കിട്ടി ഇപ്രാവശ്യം? അടിപൊളി ഭക്ഷണം, ഒന്നും പറയാം. അഭിപ്രായം സദ്യ ഉഷാറായി. വേറെ അവസാനം പപ്പടം അവസാനം ആ പായസത്തിൽ കുഴച്ചാ കഴിക്കുന്നത്. ഇത് അച്ചാറ്, ഇത് പപ്പടം, ഇത് അവിയൽ, ഇത് അവിയൽ, ഇത് പഴം. നിങ്ങൾക്ക് വേണോ? എനിക്കറിയില്ലേ. അയക്കാൻ പപ്പടം കിട്ടി. പപ്പടം സെറ്റാ. ആ കോളേജുകൾ അടക്കി വായുന്ന ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. ഇവിടെ ഒരു വ്ളോഗിന്റെ ആവശ്യമായിട്ട് ഇങ്ങനെ പഞ്ചായത്തിൽ വന്നതായിരുന്നു. അപ്പോ നമ്മൾ ഓണപരിപാടിയിലേക്ക് വന്നു. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അദ്ദേഹത്തെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ എന്തെല്ലാം വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഹയറാണ്, ഉഷാറാണ്. എല്ലാരും എന്തോ ഒരു ആക്റ്റീവല്ലേ? കുറച്ചാളാവുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. എല്ലാരും കാണുമ്പോ ഭയങ്കര ഉഷാറാണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പാട്ടൊക്കെ ഏത് പാടും? നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളി. ഹബീബിക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. ഹബീബിക്കാണ് ഈ പരിപാടിക്ക് ക്ഷണിച്ചതും കൊണ്ടുവന്നതും എന്നെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ ഭക്ഷണം കഴിച്ചു ഒരുപാട് സന്തോഷം. കാരണം ഇന്ന ഈ പ്രാവശ്യം ഓടി ഓണത്തിന് ഞാൻ പോയിട്ടില്ല. വിളിച്ചില്ല എന്ന് പറയുന്നത് തോന്നുന്നൊരു സത്യം. കഴിഞ്ഞ പ്രാവശ്യം 8 ഓണപരിപാടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു ഓണപരിപാടി നമുക്ക് കിട്ടിയിട്ടില്ല. ഒന്നാമത് എനിക്ക് ശരീര പ്രശ്നം ഉണ്ടായിരുന്നു, പനിയും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഓടി പോയിട്ടില്ല, ആക്റ്റീവ് അല്ലായിരുന്നു കുറച്ചു കാലം. അപ്പൊ ഹബീബിക്ക പെട്ടെന്ന് ക്ഷണിച്ച് നിങ്ങളൊക്കെ കാണാൻ പറ്റി, നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ പറ്റി, ഓണപരിപാടിയിൽ ചേരാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും മറക്കാത്തൊരു പരിപാടിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു പാട്ടുകാരനാണ്, ലൂക്ക എന്നാണ് പേര്. അപ്പൊ പഞ്ചായത്തേക്ക് വന്നു കഴിഞ്ഞാൽ പോനും കൂട്ടിയോട് പോകുന്നതാ. ചാനലൊക്കെ ഉണ്ട്. ഒന്ന് ഇവിടുത്തെ പരിപാടിയൊക്കെ ഒന്ന് വ്ളോഗാക്കി സെറ്റാക്കുന്നുണ്ട്. പോയിട്ട് വരാം. ആ എന്നാ പുലിക്കുട്ടി എടുക്കൂ. ബാഗ് എടുത്ത് പോരും, ബാഗ് എടുത്ത് പോരും. എന്നാ സാറിന് ഭക്ഷണം കൊടുത്തോ? ഭക്ഷണം കഴിച്ചോ? ആയിക്കോട്ടെ. അതിന്റെ ബാഗ് എടുത്തോ? ബാഗ് എടുത്തോ? ഇപ്പൊ പഞ്ചായത്തിലേക്ക് വന്നതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. ഇനി അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം. ഓക്കെ, ബൈ.